നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണ്. നിരവധി വേദികളിൽ നിങ്ങൾ നല്ല രീതിയിൽ പാട്ട് പാടാറുമുണ്ട്. ഇങ്ങനെ പാട്ട് പാടുമ്പോഴൊക്കെ തന്നെ ഈ പാട്ട് നല്ല രീതിയിൽ വീഡിയോ ആയി ഒന്ന് റെക്കോർഡ് ചെയ്തെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങൾക്കിതിന് സാധിക്കാറുമില്ല. നിങ്ങൾ പാട്ട് പാടാനായി ചെല്ലുന്ന സ്ഥലത്തെ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായി നിങ്ങൾക്കിത് റെക്കോർഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കാറില്ല. പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് പതിവ്. എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ സൗണ്ട് സിസ്റ്റം ഏതുമായിക്കോട്ടെ, ഔത്തിൽ നിന്ന് നമുക്ക് ഒരു ലെഫ്റ്റ് ചാനലും ഒരു റൈറ്റ് ചാനലും ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതൊരു 4 ചാനൽ മിക്സറാണ്. നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിക്സറാണത്. ആ മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് ഇത്തരം കാര്യം റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിക്സർ ഞാനൊന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇതാണ് ആ മിക്സർ. നമ്മുടെ മെയിൻ മിക്സറിൽ നിന്നുള്ള ഒരു ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് നമ്മൾ ഈ മിക്സറിന് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവത്തിൽ നിന്ന് നമുക്കൊരു A2A കേബിളും ഒരു OTGയും ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് പ്രാക്ടിക്കലായി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് കൃത്യമായി ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ, ഫസ്റ്റ് ഇതേപോലത്തെ ഒരു മിക്സർ, സൗണ്ട് കാർഡ് സപ്പോർട്ടുള്ള ഒരു മിക്സറാണ് നമുക്കതിനായിട്ട് ആവശ്യം വരുന്നത്. ഇവിടെ നമുക്ക് USB ഔട്ടിൽ നിന്ന് A2A കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ഷൻ പുറത്തേക്ക് എടുത്ത് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു മിക്സർ വേണം. അതുപോലെ തന്നെ ഒരു A2A കേബിൾ, രണ്ടറ്റം USB ടൈപ്പ് A മെയിൽ വരുന്ന കേബിളാണിത്. ഇതിലേക്ക് കണക്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു OTG അഡാപ്റ്റർ, മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു OTG ടൈപ്പ് C OTG അഡാപ്റ്ററാണിത്. അപ്പോൾ ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ വേണം. അതേപോലെ മെയിൻ മിക്സറിൽ നിന്ന് നമുക്ക് നമ്മുടെ മിക്സറിലേക്ക് ഔട്ട് എടുക്കുവാനായിട്ട് ഇതേപോലെ ഫോണോ ടു ഫോണോ വരുന്ന 2 കേബിളുകളാണ് വേണ്ടത്. നമുക്ക് രണ്ടറ്റത്തും ഇതേപോലെയാണ് വരുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കേബിളാണ്. നിങ്ങൾക്ക് മെയിൻ മിക്സറിൽ നിന്ന് എത്ര ദൂരത്തേക്കാണ് നിങ്ങളുടെ മിക്സർ വെച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ച് ഈ കേബിളിൻ്റെ നീളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കേബിളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ മിക്സറാണ്. വലിയ മിക്സർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പാട്ട് പാടാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഇതുപോലൊരു വലിയ മിക്സർ ഉണ്ടാവും. അതിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഡൈനാടെക്കിൻ്റെ MDX24 എന്ന് പറയുന്നൊരു മിക്സറാണ്. ഇതിലേക്കാണ് ഇപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഈ മിക്സർ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന എഫക്റ്റോട് കൂടിയ ആ സിഗ്നൽ നമ്മൾ ഈ ചെറിയ മിക്സറിലേക്ക് എടുക്കുകയും ഇവിടുന്ന് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചോദിക്കും, ഈ വലിയ മിക്സറിൽ നിന്ന് നേരിട്ട് റെക്കോർഡ് ചെയ്താൽ പോരെ എന്ന്. ഈ ഡൈനാടെക്കിൻ്റെ ഈ മിക്സറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എല്ലാ മിക്സറിലും ചിലപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്ത മിക്സറിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടി വന്നാൽ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണിത് റെക്കോർഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലൈൻ ഇൻപുട്ടിലേക്കാണ് നമ്മൾ നമ്മുടെ ഫോണോ കേബിൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ലൈൻ എന്നും മൈക്ക് എന്നും. ഇവിടെ നമുക്ക് XLR ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് മൈക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഈ 2 ചാനലും നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ലൈൻ ഇൻപുട്ടായിട്ടാണ്. ലൈൻ ഇൻപുട്ട് എന്ന് പറയാൻ നേരത്ത് XLR ആയിട്ടല്ല നമ്മളത് കണക്ട് ചെയ്യുന്നത്, ഈ സെൻട്രൽ പോർഷനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഈ കേബിൾ നമ്മൾ ഈ സെൻട്രൽ പോർഷനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ലൈൻ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ 2 കേബിളുകൾ ഈ ലൈൻ ഇൻപുട്ടായിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമ്മളിതിൻ്റെ 2 ചാനലിൻ്റെ ഗെയിൻ 0യിലേക്ക് വെക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ മിഡ് ലോ എല്ലാം ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററാണ്, അവിടെ 0 ആയിരിക്കും. 0യിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയുള്ള എഫക്റ്റുകൾ ഇതെല്ലാം നമ്മൾ 0യിലേക്ക് ആക്കി വെക്കുന്നു. അതിൻ്റെ താഴെയുള്ള വോളിയം കൺട്രോൾ അതും നമ്മൾ 0യിലേക്ക് ആക്കുന്നു. മൂന്നാമത്തെ ചാനൽ നമുക്ക് ആവശ്യമില്ല, അതുമെല്ലാം നമ്മൾ ഫ്ലാറ്റിലാക്കി വെക്കുകയാണ്.
അതിൻ്റെ ഗെയിനും നമ്മൾ സീറോയിലേക്ക് ആക്കി വെക്കുന്നു. ഈ ചാനലുകളൊന്നും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഓഫാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ എഫക്റ്റിലേക്ക് വരുമ്പോൾ ഇതുമെല്ലാം നമുക്ക് ഓഫാക്കാം. ഫോൺസിൻ്റെ കൺട്രോൾ ഇതെല്ലാം നമ്മൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഈ എഫക്റ്റ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. മെയിൻ മിക്സറിൽ എന്നാണോ എഫക്റ്റ് ഉള്ളത് ആ സിഗ്നലിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഇവിടുന്ന് നമ്മൾ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ മിക്സറിലുള്ള ബാക്കി ഇക്യൂവും എഫക്ട്സ് ഒന്നും തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നേ ഇല്ല. ഇനി നമുക്ക് മെയിൻ മിക്സറിൽ നിന്ന് എങ്ങനെയാണ് കണക്ഷൻ എടുക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു, ലൈൻ ഇൻപുട്ടായിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. മെയിൻ മിക്സറിൽ നിന്ന് എടുക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ മിക്സറിൻ്റെ ബാക്ക് പാനൽ. ഇവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് XLR ഔട്ട്പുട്ട് കാണാം. ഇതിൽ ഈ ലെഫ്റ്റിൽ നിന്നും നമ്മൾ മോണിറ്റർ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 2 ഫോണോ ഔട്ട്പുട്ടുകൾ കാണാം. ഈ ഫോണോ ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ചെറിയ മിക്സറിലേക്കുള്ള ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും മെയിൻ ഔട്ട്പുട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് വലിയ മിക്സറുകളൊക്കെ വെച്ചിട്ട് അവിടുന്ന് മെയിൻ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് ചിലപ്പോൾ സ്പ്ലിറ്ററുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള സ്പീക്കർ സിസ്റ്റത്തിലേക്കൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്പ്ലിറ്ററിൽ നിന്നാണെങ്കിലും നമുക്ക് മെയിൻ ഔട്ട് 2 എണ്ണമാണ് വേണ്ടത്, ലെഫ്റ്റ് റൈറ്റും. ഇപ്പം ഞാൻ ഈ മിക്സറിൽ നിന്ന് തന്നെ ഉള്ള ലെഫ്റ്റ് റൈറ്റും ഔട്ട്പുട്ടുകളാണ് എടുക്കാനായിട്ട് പോകുന്നത്. അവിടെ നമ്മൾ നേരത്തെ കാണിച്ച കേബിൾ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്, 2 ഫോണോ കേബിൾ. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ മിക്സറിൽ, ചെറിയ മിക്സറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇതേപോലെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വലിയ മിക്സറിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഡൈനാടെക്കിൻ്റെ മിക്സർ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അതിലെ 1ാമത്തെ ചാനലിൽ നമ്മളൊരു മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗെയിൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ഓൾറെഡി ഇത് ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഗെയിൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ഇപ്പോൾ ചെയ്യാത്തത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ മൈക്കിൻ്റെ ഗെയിൻ ഒരു അല്പം ഒന്ന് കയറ്റി വെക്കണം. മൈക്കിൻ്റെ വോളിയം ഒരു 0യിലാക്കി വെച്ചു. 0 ഇവിടെ 0 എന്ന് കാണാം. ഈ 0യിലേക്ക് കയറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട്, മെയിൻ മിക്സറിൻ്റെ മെയിൻ ഔട്ട്പുട്ടും 0യിലേക്ക് കയറ്റി വെച്ചു. ഇനി നമ്മുടെ ചെറിയ മിക്സറിലേക്ക് ഈ സിഗ്നൽ എങ്ങനെ വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കണം. അതിനായിട്ട് ഇപ്പം ഞാൻ സ്പീക്കർ ഓണാക്കിയിട്ടില്ല. ഇവിടെ ഈ ലൈറ്റ് റെഡിലേക്ക് പോകുന്നുണ്ടോ, ക്ലിപ്പാകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ ഗെയിൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ള് ഓഫാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വോളിയം ഫുള്ള് ഓഫാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൈക്ക് ഒന്ന് ഓണാക്കിയിട്ട് ഈ വോളിയം കൺട്രോൾ അല്പം ഒന്ന് തുറന്നു കൊടുക്കാം. ഇത് നമ്മൾ തുറക്കുന്നേ ഇല്ല ഇപ്പോൾ. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഇവിടുന്ന് നമ്മുടെ മെയിൻ മിക്സറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നല്ല ഗെയിനുള്ള ഒരു ഔട്ട്പുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗെയിൻ ഓപ്പൺ ചെയ്യാതെ തന്നെ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സിഗ്നലായിട്ട് നമ്മുടെ ഈ വോളിയം കൺട്രോളിലേക്ക് എത്തും. അത് നേരെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗെയിൻ ഓപ്പൺ ചെയ്യുന്നേ ഇല്ല. ഇവിടെ നമ്മൾ മെയിൻ മിക്സറിലെ വോളിയം കൺട്രോൾ ഏറ്റവും ഹൈയിൽ വരുന്നത് ഈ 0യിലാണ്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കൊണ്ടുപോകാറില്ല. ഈ 0 വരെയാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 0 വരെ ഈ മെയിൻ മിക്സറിൻ്റെ വോളിയം എത്തിയാൽ പോലും നമുക്ക് ഈ മിക്സറിൽ അത് ക്ലിപ്പ് ആകാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യുവാനായിട്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഗെയിൻ തുറക്കാതെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൈക്ക് ഓണാക്കിയിട്ട് ഒന്ന് ഈ വോളിയം കൺട്രോൾ അല്പം തുറന്നു നോക്കാം. ഇവിടെ എത്രത്തോളം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മിക്സറിലെ ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ 0യിലേക്ക് കയറ്റി വെച്ചു. ഇത്രയും കയറ്റി വെക്കുമ്പോൾ നമുക്കിവിടെ എത്ര വരുന്നുണ്ടോയെന്ന് അറിയണം. അതിനായിട്ട് ഞാൻ ഈ മൈക്ക് ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കാം. ആ ഗെയിൻ എത്രത്തോളം കൂടി വരുന്നുണ്ട്, ഔട്ട്പുട്ട് ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ഞാൻ ഒരല്പം ഒന്ന് കയറ്റി വെക്കുകയാണ്. ഒരു 2 പോയിൻ്റ് മുകളിലേക്ക് ആക്കി വെച്ചു. അത് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ അതുപോലെ വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലെ വോളിയം കുറവായിരിക്കും. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ, ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ. ഇപ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി അതിനർത്ഥം ഇവിടെ സിഗ്നൽ വലിയ കുഴപ്പമില്ല എന്ന് തന്നെയാണ്. നമുക്ക് ഈ 0 വരെ സിഗ്നൽ എത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് മുകളിലോട്ട് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇത് നമ്മൾ കുറച്ചുകൂടെ കൂട്ടിയാൽ കുറച്ചുകൂടെ നല്ല സിഗ്നൽ കയറി വരും, നന്നായിട്ട് സിഗ്നൽ വരും. അപ്പോൾ നമുക്ക് ഈ 0 വരെ എത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മൈക്ക് ഓൺ ആക്കിയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കാണിക്കാം. ഹലോ, ചെക്ക് ചെക്ക്
ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ, ഇവിടെ നോക്കുക, വോളിയം ഈ ലെവലിലാണ്. മ്യൂസിക് നമ്മുടെ മെയിൻ മിക്സറിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് എത്രത്തോളം ഇവിടെ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മെയിൻ മിക്സറിൻ്റെ മെയിൻ ഔട്ട്പുട്ട് 0യിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാട്ട് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് വഴിയാണ്. ബ്ലൂടൂത്തിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ 0യിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ മിക്സറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ 0യിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ആക്കി വെച്ചിട്ടും നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് 0യിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വരികയോ ക്ലിപ്പാവുകയോ ഡിസ്ട്രോഷൻ ഒന്നും വരാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം മെയിൻ മിക്സറിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം എടുത്താലും നമുക്ക് ഈ ചെറിയ മിക്സറിൽ ക്ലിപ്പ് ഉണ്ടാവരുത്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ടത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് തന്നെ ഇവത്തിൽ നിന്നൊരു കേബിൾ എടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡൈനാടെക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സംസാരിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണും മിക്സറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ മെയിൻ മിക്സറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മൈക്രോഫോണിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. ആ ശബ്ദം നമ്മൾ കേബിൾ വഴി നമ്മുടെ ചെറിയ മിക്സറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടുന്ന് റെക്കോർഡ് ചെയ്യാനുള്ള കേബിൾ വഴി നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്താണ് ഈ ശബ്ദം നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് മെയിൻ മിക്സറിൽ നിന്ന് വരുന്ന എല്ലാ ശബ്ദങ്ങളും ഈ ചെറിയ മിക്സറിലേക്ക് എത്തുകയും അവിടെ നിന്ന് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും. ഈ ചെറിയ മിക്സർ നമ്മുടെ മെയിൻ മിക്സറിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറ്റി സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പാട്ട് പാടുന്നത് റെക്കോർഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തതാണിത്. ഇത് ഞാനൊരു ചെറിയ പാട്ട് ഒന്ന് പാടി കേൾപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. ഞാനൊരു പാട്ടുകാരനല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ പാട്ടിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പാടുമ്പോൾ നന്നായിട്ട് പാടുക. ഈ രീതി ഉപയോഗിച്ച് നിങ്ങളുടെ പാട്ടും ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു പാട്ട് ഒന്ന് പാടി കേൾപ്പിക്കാം. പൂനുള്ളിക്കുമ്പാളക്കുമ്പിൽ നിറഞ്ഞു, ആലകളിൽ പാലമൃതാലകിടു ചുരന്നു, മാമ്പൂമണവും കുളിരും മാടി വിളിക്കേ, കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ പാട്ട് പാടുകയോ എന്നാൽ റെക്കോർഡ് ചെയ്തെടുക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 100% റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിരവധി പേർ ഈ രീതി ഉപയോഗിക്കുന്നുമുണ്ട്. ഞാൻ തന്നെ പലർക്കും ഈ രീതി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഇതേപോലെ മിക്സർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കൃത്യമായിട്ടിത് റെക്കോർഡ് ചെയ്തെടുക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ രീതി നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മിക്കവാറും AI ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. ഞാൻ തന്നെ നിങ്ങൾക്ക് മറുപടി തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോൾ ചെയ്യുക. നോർമൽ കോൾ ഈ നമ്പറിൽ ലഭിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നിങ്ങൾ വിളിക്കുക. മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾ ഒരിക്കലും മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാതിരിക്കുക. മെസ്സഞ്ചറിൽ ആയിരക്കണക്കിന് മെസ്സേജുകൾ വന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതെനിക്ക് റീഡ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ എൻ്റെ നമ്പർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വാട്സപ്പ് നമ്പർ കിട്ടും. നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുകയായിരിക്കും ഏറ്റവും ഉചിതം. മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാതിരിക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കിട്ടും. അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. നല്ലൊരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.